ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ശിവഗിരി മഠത്തിൻ്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന ഇന്ത്യയുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ മത പണ്ഡിതന്മാരെ, പുരോഹിത ശ്രേഷ്ഠന്മാരെ, പൂജനീയരായ സന്യാസി വര്യന്മാരെ, ഈ ഗുരു ഗാന്ധി സമാഗമത്തിന് ശതാബ്ദി ആഘോഷത്തിൻ്റെ എല്ലാമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നാനാ ജാതി മതസ്ഥരായ എല്ലാവർക്കും പ്രണാമം അർപ്പിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ്റെയും മഹാത്മാ ഗാന്ധിജിയുടെയും സമാഗമത്തിന് 100 വർഷം തികയുമ്പോൾ ഗുരുദേവനും ഗാന്ധിജിയും വിഭാവനം ചെയ്ത പുതിയ ഇന്ത്യ അഥവാ ഒരു പുതിയ സംസ്കാരത്തിൽ നാം ഇതുവരെ എത്തിച്ചേർന്നു എന്ന് 100 വർഷത്തിന് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒരവസരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ ഗാന്ധിജിയും ഓതിയ ഏകത്വ ദർശനം മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി ഏത് മതത്തിലും ഏത് ജാതിയിലും ഏതു ഭാഷയും സംസാരിക്കുമ്പോഴും നമ്മളിലെല്ലാം രൂഢമായിരിക്കുന്ന തത്വം മനുഷ്യത്വമാണ് എന്ന ആശയമാണ് ഗുരുദേവൻ ഗാന്ധിജിക്ക് ശിവഗിരിയിലെ തേന്മാവിൻ ചുവട്ടിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്തത്. ജാതി മത വർഗ വർണ്ണ ചിന്തകളെപ്പറ്റി ആശയ സംഘർഷം മഹാത്മാഗാന്ധിജിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ശ്രീനാരായണ ഗുരുദേവനുമായി തുറന്ന് സംഭാഷണം നടത്തുവാനുള്ള അവസരം ഗാന്ധിജിക്കുണ്ടാകുന്നത്. ചാതുർവർണ്ണത്തെയും മറ്റനേകം ചിന്താധാരകളെയും ഒക്കെ പറ്റി ഗാന്ധിജി ഗുരുവിനോട് തുറന്ന് സംസാരിച്ചപ്പോൾ മഹാത്മജി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒട്ടേറെ ആശയങ്ങൾക്ക് അവിടെ തിരുത്തൽ സംഭവിക്കാനുണ്ടായത്. നമുക്കറിയാം, ചരിത്രപ്രസിദ്ധമായ ശിവഗിരിയിലെ തേന്മാവിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, സ്വാമിജി, എങ്ങനെ എല്ലാ മനുഷ്യരും ഒന്നായിത്തീരും? ഈ മാവിൽ തന്നെ നോക്കിയാൽ പലതരത്തിലുള്ള ഇലകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലത് ശുഷ്കിച്ചിരിക്കുന്നു, ചിലത് നന്നായി പുഷ്ടിപ്പെട്ട് നിൽക്കുന്നു, ചിലത് പഴുത്തിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇലകൾ ഒരേ വൃക്ഷത്തിൽ തന്നെ കാണുമ്പോൾ എങ്ങനെ എല്ലാ ജാതികളും, എങ്ങനെ എല്ലാ മതങ്ങളും, എങ്ങനെ എല്ലാ മനുഷ്യരും ഒന്നായിത്തീരും സ്വാമിജി എന്ന് ഗുരുവിനോട് ചോദിക്കുന്നു. ഗുരു പറയുന്നു, ഇവയെല്ലാം പലതായി കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ രസം എടുത്ത് രുചിച്ചു നോക്കിയാൽ, ഓരോ മാവിലെയും എടുത്ത് രുചിച്ചു നോക്കിയാൽ അതിൻ്റെ എല്ലാം രസം അഥവാ സത്ത ഒന്ന് തന്നെ ആണ് എന്ന്. നമ്മൾ വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും വർണ്ണത്തിലും ഭാഷയിലും ഒക്കെ പെട്ടിരിക്കുന്നുവെങ്കിലും നമ്മളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് മനുഷ്യത്വം എന്ന ഏകരസമാണ് എന്ന ഉദ്ബോധനമാണ് ഗുരുദേവൻ ഗാന്ധിജി ഉപദേശിച്ചത്. അത്തരത്തിൽ എല്ലാത്തിനും അതീതമായി പല സാമൂഹിക വ്യവസ്ഥിതിയിലും നമ്മൾ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴും നമ്മളെല്ലാം മനുഷ്യരാണ് എന്നും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് മനുഷ്യത്വം എന്ന ധർമ്മമാണ് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തോട് ഉപദേശിച്ചത്. അത്തരത്തിൽ ഈ മനുഷ്യത്വത്തിൻ്റെ മനുഷ്യ രസം ഗാന്ധിജി നുണഞ്ഞതിൻ്റെ ശതാബ്ദി വർഷം കൂടിയാണ് ഗുരു ഗാന്ധി സമാഗമം. അത്തരത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഹരിജന ഉദ്ധാരണത്തിനും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെ മഹാത്മാഗാന്ധി ഈ സംഭാഷണത്തിലൂടെ പ്രചോദനം ഉൾക്കൊള്ളുകയുണ്ടായി. അത്തരത്തിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രഗതിയെ മാറ്റിമറിച്ച വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ മനുഷ്യരെ മനുഷ്യരിൽ നിന്നും അകറ്റി നിർത്തിയ ഒരു ദേവാലയത്തിലേക്ക്
പ്രവേശനത്തിന് വേണ്ടിയല്ല, മറിച്ച് വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഇന്ന് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന പ്രഥമമായ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത്തരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗപൂർവം ടി.കെ. മാധവൻ്റെയൊക്കെ നേതൃത്വത്തിൽ നയിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ധന്യമായ സ്മരണ കൂടി ഈ സംഗമവേളയിൽ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. സവർണ മേധാവിത്വത്തിനെതിരെ നടന്ന ഈ സംഗമത്തിന് സവർണ ജനത തന്നെ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തുകയുണ്ടായി. അങ്ങനെ എല്ലാ വിഭാഗം മനുഷ്യരും ഒന്നുചേർന്ന് മനുഷ്യൻ്റെ ഉന്നമനത്തിനായി, സാമൂഹികമായ മാറ്റത്തിനായി, പുരോഗതിക്കായി നടത്തിയ ഈ മഹത്സംഗമം ഉൾക്കൊള്ളുമ്പോൾ ഇനിയൊരു 100 വർഷത്തിനപ്പുറം, ഇനിയൊരു 100 വർഷം ഈ ഭാരതരാജ്യം എങ്ങനെ മാറണം എന്ന്, എങ്ങനെ ഉയരണം എന്ന് ഭാവി നിർണ്ണയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അത്തരത്തിൽ മഹത്തായ ഒരു ഭാവി നിർണയത്തിന് 100 വർഷത്തിനിപ്പുറം നിന്നുകൊണ്ട് 100 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ഈ ധന്യമായ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. ഇവിടെ ഈ സമാഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഓം ഭദ്രം കർണേഭി ശൃണുയാമദേവാഃ, ഭദ്രം പശ്യേമി മാ അക്ഷവർയജത്രാഃ, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാം സ്വസ്തനൂഭിഃ, വ്യശേമ ദേവഹിതം യദായുഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ മതങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, സന്യാസി വര്യന്മാരെ, ഈ സമ്മേളനം സമുദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രാഹുൽജി അവറുകളെ, ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ ചേർന്നിരിക്കുന്ന സജ്ജനങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ഞാനിപ്പോഴിവിടെ ചൊല്ലിയ മന്ത്രം ഭാരതത്തിൻ്റെ ചിരന്തനമായ ദർശനം, സന്ദേശം സമാവഹിക്കുന്ന ഒരു മന്ത്രമാണ്. ലോകത്ത് മതങ്ങളൊക്കെയും ആവിർഭവിക്കുന്നതിനു മുൻപ് മഹിതമായൊരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു. ആ ഭാരതത്തിൽ ഗുരുവും ശിഷ്യന്മാരും ചേർന്ന് ഒന്നിച്ചിരുന്നു കൊണ്ട് ജപിക്കും, അല്ലയോ ദൈവമേ, നല്ലത് കാണാനുള്ള അവസരമുണ്ടാകണമേ, നല്ലത് കേൾക്കാനുള്ള അവസരമുണ്ടാകണമേ, കൈകൾ കൊണ്ട് നല്ലത് ചെയ്യുവാനുള്ള അനുഗ്രഹമുണ്ടാകണമേ,
നന്മയോടൊപ്പം ചെലവഴിക്കുവാനുള്ള അവസരമുണ്ടാകണമേ. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനിവിടെ കാണുന്നത് അതാണ്. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും കൈകൾ കൊണ്ട് നല്ലത് ചെയ്യുവാനുമുള്ള വലിയ അവസരം, അനുഗ്രഹമാണ് ജഗദീശ്വരൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത്. അതിമഹത്തായ ഈ ദിവ്യ സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഇത്രയും ഗംഭീരമായി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും ശിവഗിരി മഠത്തിൻ്റെ പേരിൽ ഞാനിവിടെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ജാതിയുടെയും മതത്തിൻ്റെയും വിഭാഗീയമായ ചിന്താഗതികളുടെയും അതീതമായി നിന്നുകൊണ്ട് ശുദ്ധമായ മനുഷ്യത്വത്തിൻ്റെ വക്താക്കളായി മാറുവാനുള്ള ശക്തമായ പ്രേരണ, പ്രചോദനം നിങ്ങളുടെ എല്ലാം അന്തരാത്മാവിൽ പ്രോജ്വലിതമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും മഹത്വം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ രണ്ട് മഹാത്മാക്കളും മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയവരാണ്. ജാതി, മതം തുടങ്ങിയ ഭേദചിന്തകൾക്കതീതമായി മാനവരൊക്കെയും ഒന്ന് എന്നുള്ള മഹിതമായ ദർശനത്തെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു 73 വർഷവും മഹാത്മാഗാന്ധി 79 വർഷവും ഈ ധരണിയെ ധന്യമാക്കിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അധിവസിച്ചു എന്ന് നമുക്കറിയാം. 1925 വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ ആശീർവദിക്കുവാന് വേണ്ടി വന്നെത്തിയ മഹാത്മാഗാന്ധി ശ്രീമാൻ ടി.കെ. മാധവനാൽ നിയുക്തനായി വർക്കല ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് 1925 മാർച്ച് മാസം 12-ാം തീയതിയാണ്. ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് സവിസ്തരമായി ഒന്നും തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവഗിരി ശാരദാമഠത്തിൻ്റെ സവിധത്തിലുണ്ടായിരുന്ന വനജാക്ഷി മണ്ഡപം, കൂടിക്കാഴ്ച നടന്നത് വനജാക്ഷി മന്ദിരം എന്ന ആ ഒരു സൗധത്തിൽ വെച്ചാണ്. എങ്കിൽ അത് ഉച്ച കഴിഞ്ഞായിരുന്നു. സായം സന്ധ്യയ്ക്ക് ശാരദാമഠത്തിൻ്റെ സമീപമുള്ള വനജാക്ഷി മണ്ഡപത്തിന് സമീപമിരുന്നു കൊണ്ട് രണ്ട് മഹാത്മാക്കളും സംസാരിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഗുരുവിൻ്റെ മുമ്പിൽ ഒരു ആശയം എടുത്തു വെച്ചു. സ്വാമി, ഈ മാവിൻ്റെ ഇലകൾ പരസ്പരം വിഭിന്നമായിരിക്കുന്നു. നീളം കൂടിയതും നീളം കുറഞ്ഞതും മഞ്ഞയിലയും പച്ചയിലയും തളിരിലയുമുണ്ട്. ഈ മാവിൻ്റെ ശാഖകളും ഉപശാഖകളും വിഭിന്നമായിരിക്കുന്നു. അതുപോലെ മനുഷ്യരിൽ കാണുന്ന വൈജാത്യം പ്രകൃതിയിലുള്ളതല്ലേ സ്വാമി? പിന്നെ സ്വാമി പറയുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള സന്ദേശം എങ്ങനെ അർത്ഥപൂർണമാക്കുവാൻ സാധിക്കും? അപ്പോഴാണ് ഗുരുദേവൻ പറയുന്നത്, ഈ മാവിൻ്റെ ഇലകളൊക്കെ എത്രയേറെ വിഭിന്നമായിരുന്നാലും എല്ലാ ശാഖകളിലും ഇലകളിലും ഒരുപോലെ ഒഴുകുന്നത് ഒരേ ഒരു രസം, മാവിൻ്റെ രസം. അതുപോലെ മനുഷ്യരെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ നീളം കൂടിയവനെന്നോ നീളം കുറഞ്ഞവനെന്നോ ഒക്കെ പറഞ്ഞാലും എല്ലാ മനുഷ്യരിലുമുള്ളത് ഒരേ ഒരു ഗുണമാണ്, മനുഷ്യത്വം എന്ന ഗുണം. അതാണ് മനുഷ്യന്റെ ജാതി, അത് ഏകമാകുന്നു. ഗാന്ധിജിക്ക് ഗുരുദേവന്റെ യുക്തി വളരെ ഇഷ്ടമായി.
ഗാന്ധിജി തിരുവനന്തപുരത്ത് മഹാരാജാവിൻ്റെ അതിഥിയായി താമസിക്കുവാനാണ് തീർച്ചപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഗുരുദേവനുമായി കുറേ സമയം സംഭാഷണം ചെയ്തതിന് ശേഷം ഗാന്ധിയുടെ പരിപാടികൾ വെട്ടിക്കുറയ്ക്കുകയും ഒരു ദിവസം ശിവഗിരിയിൽ താമസിക്കുവാൻ തീർച്ചയാക്കുകയും ചെയ്തു. സന്ധ്യാസമയമായപ്പോൾ ശിവഗിരിയിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ മഹാത്മാഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ യോഗത്തിൽ ഇന്നിവിടെ ആലാപനം ചെയ്ത ദൈവദശകം എന്ന പ്രാർത്ഥന ചൊല്ലിക്കേട്ടു ഗാന്ധി. അത് ആരെഴുതിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു എഴുതിയതാണെന്ന് അവിടെ നിൽക്കുന്നവർ ഗാന്ധിയോട് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവസങ്കല്പം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിനും എല്ലാ മതവിശ്വാസിക്കും സ്വീകാര്യമായിരിക്കുന്ന ഒരേ ഒരു ദൈവത്തെ കുറിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ പ്രാർത്ഥന ഗാന്ധിജിക്ക് വളരെയേറെ ഇഷ്ടമായി. ഗാന്ധിജി അന്നവിടെ താമസിച്ചു. വൈദിക മഠത്തിൽ രാവിലെ മഹാത്മാഗാന്ധി ശിവഗിരിയിൽ ചെയ്ത ഒരു പ്രസംഗമുണ്ട്. നിങ്ങളൊക്കെ ആ പ്രസംഗം എടുത്ത് വായിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ശിവഗിരി വിടുന്നതിന് മുമ്പ് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ ദക്ഷിണേന്ത്യൻ പര്യടനം പൂർത്തിയായി. പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമികളെ ഒന്ന് കാണാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ പരമഭാഗ്യമാണ്. ഒരു ദിവസം ശിവഗിരിയിൽ താമസിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഊർജിതമായി നടപ്പിലാക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഗുരുദേവൻ ജനങ്ങളോട് പറഞ്ഞു, മഹാത്മാഗാന്ധി പറയുന്നത് പോലെ എല്ലാവരും പ്രവർത്തിക്കണം. അങ്ങനെ രണ്ട് മഹാത്മാക്കളുടെ കൂടിക്കാഴ്ച, രണ്ട് സമുദ്രങ്ങളുടെ സമാഗമം, രണ്ടും ഒന്നായി തീരുന്ന ദിവ്യമായ അനുഭവം സൃഷ്ടിച്ചതാണ്. ആ കൂടിക്കാഴ്ചയിൽ മഹാത്മാഗാന്ധി ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം, അയിത്തോച്ചാടനം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഗുരുവുമായി സംഭാഷണം ചെയ്യുമ്പോൾ മോക്ഷം ലഭിക്കുന്നതിനു വേണ്ടി ഹിന്ദുമതം പര്യാപ്തമല്ലേ സ്വാമി എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. അതിരിക്കട്ടെ, ഹിന്ദുമതം പര്യാപ്തമല്ലേ സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, തീർച്ചയായും പര്യാപ്തമാണ്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ലൗകികമായ പുരോഗതിയാണല്ലോ. ലൗകികമായ പുരോഗതി ലഭിക്കുവാൻ ഗുരുദേവൻ പറഞ്ഞു, ഈ താഴ്ത്തട്ടിൽ ഏറ്റവും താഴെ കിടക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തണം. മറ്റുള്ള ജനവിഭാഗങ്ങളെപ്പോലെ പുരോഗതി കൈവരിക്കുവാൻ സമൂഹത്തിൽ ജാതിപരമായി ഐത്തമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തണമെന്ന് ഗുരുദേവൻ മഹാത്മാഗാന്ധിയോട് പറയുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മഹാത്മാഗാന്ധി പ്രതിവചിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായി ആ കൂടിക്കാഴ്ച. അതിനുശേഷം മഹാത്മജി 2 പ്രാവശ്യം കൂടി കേരളം ശിവഗിരി സന്ദർശിക്കുന്നുണ്ട്. അത് ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി എന്ന് മഹാത്മാഗാന്ധി 2ാമത് ശിവഗിരിയിൽ വരുമ്പോൾ പ്രസ്താവിക്കുന്നുണ്ട്. ഏതായാലും പ്രിയ സഹോദരങ്ങളെ, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മഹിതമായ ദർശനം ലോകത്തിന് പ്രദാനം ചെയ്ത ആ 2 മഹാത്മാക്കളുടെയും ജീവിത സന്ദേശം നമ്മുടെ ജീവിത സന്ദേശമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ജീവിതത്തെയും ഏതെങ്കിലും ജാതിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ പണയം വെക്കാതെ ശുദ്ധമായ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാം പരമ ലക്ഷ്യമായിരിക്കേണ്ടത്. ഇപ്പോൾ ആശങ്കയോടുകൂടിയാണ് നാം ജീവിക്കുന്നത്, ലോകം കഴിയുന്നത്. ഒരു 3ാം ലോകമഹായുദ്ധം സംഭവിക്കുമോ എന്നുള്ള പരിഭ്രാന്തിയിലാണ് ലോകം. പ്രസിദ്ധമായ പശ്ചിമേഷ്യൻ പ്രശ്നവും യുദ്ധങ്ങളുമൊക്കെ
നിരപരാധികളായ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധം, ശ്രീനാരായണ ഗുരു പണ്ട് പറഞ്ഞു, പൊരുതു ജയിപ്പത് അസാധ്യം. പൊരുതി ജയിക്കുവാൻ ആർക്കും സാധിക്കില്ല. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി പൊരുതി ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. ഒരു ജാതിയും ഒരു മതവും പരസ്പരം പൊരുതി ജയിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെയുള്ളത് എല്ലാവരും ഒരേ ഒരു അദ്വൈത സത്യത്തിൻ്റെ, ഈശ്വര സത്യത്തിൻ്റെ, ആത്മസത്യത്തിൻ്റെ സ്ഫുരണങ്ങളാണ്. ആത്മസഹോദരങ്ങളായി ജീവിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഭാരതം ആ രൂപത്തിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, മഹാനായ രാഷ്ട്രശില്പിയായ അംബേദ്കർ നമുക്ക് നൽകിയ മഹത്തായ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന, ആ ഭാരതത്തിൻ്റെ ഭരണഘടന രൂപീകരിക്കുന്നതിലും ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനമുണ്ട്. ഗുരുവിൻ്റെ ശിഷ്യനായ പരമേശ്വര മേനോൻ, സ്വാമി ധർമ്മതീർത്ഥർ അംബേദ്കറുമായി അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇതെന്നുള്ള ആ മഹിതമായ ദർശനം അംബേദ്കർക്ക് ഈ സ്വാമി ധർമ്മതീർത്ഥർ പകർന്നു നൽകുന്നുണ്ട്. ഏതൊക്കെയായാലും ഇന്ത്യൻ ഭരണഘടനയിൽ അനുരണനം ചെയ്യുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ മഹിതമായ ദർശനം. മഹാത്മാഗാന്ധി ഏതൊരു മഹിതമായ സമത്വത്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, ആ സമത്വം കരുപ്പിടിപ്പിക്കുക എന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും പരമമായ ലക്ഷ്യമാണ്. അവർണനെന്നും സവർണനെന്നും ഭേദമില്ലാതെ, ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യമായ സാമൂഹ്യനീതി കൈവരിക്കേണ്ടത് ഇവിടെ ആവശ്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചൊരു വലിയ പരാതിയുള്ളത് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇവിടെ രാഷ്ട്രീയമായി തഴയപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആരെയും തഴയപ്പെടാതെ എല്ലാവർക്കും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോക്കക്കാരെന്നോ പിന്നോക്കക്കാരനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യമായ സാമൂഹ്യനീതി കൈവരിക്കുവാൻ സാധ്യതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്നത്തെ കേരള കൗമുദി പത്രത്തിലൊരു എഡിറ്റോറിയലുണ്ട്. വളരെ മനോഹരമായൊരു എഡിറ്റോറിയലാണ്. ഏത് രൂപത്തിൽ നാം മുന്നോട്ട് നീങ്ങണമെന്നുള്ള മാർഗനിർദ്ദേശം ആ എഡിറ്റോറിയലുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത്രയും ഗംഭീരമായ ഈ ശതാബ്ദി ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചതിൽ, ഈ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സമുന്നതരായ വ്യക്തിത്വങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നു ചേർന്നതിൽ, ശ്രീ വേണുഗോപാലും അതുപോലെ വി.ഡി. സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും അതുപോലെ കൊടുക്കുന്നിൽ സുരേഷും ശ്രീ അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ നേതൃത്വം നൽകിക്കൊണ്ട് ആരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായ രീതിയിൽ ഇത് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധമായ മംഗളാശംസകളും ഇവിടെ നേർന്നുകൊള്ളുന്നു. രാഹുൽജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മഹിതമായൊരു സ്വപ്നമുണ്ട് ഭാരതത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം സാധ്യതമാകുവാൻ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ശ്രദ്ധേയമായ മഹത്തായ ഈ മഹാസമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ രാഹുൽജി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യനായ ACC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവറുകൾ, കേരള നിയമസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകൾ, ശ്രീ അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ
പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി നിലകൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ സമാധി പ്രാപിച്ചിട്ട് ഒരു നൂറ്റാണ്ടിനോട് അടുക്കുകയാണ്. സമാധിയുടെ ശതാബ്ദി ആചരണം നാം സംഘടിപ്പിക്കുമ്പോൾ ഒട്ടേറെ സവിശേഷമായ മുഹൂർത്തങ്ങളാണ്, സ്മരണകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഗാന്ധി ഗുരുദേവ സമാഗമത്തിൻ്റെ ശതാബ്ദി, ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം, ഇങ്ങനെ ഒട്ടേറെ അവിസ്മരണീയങ്ങളായ മുഹൂർത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക പുരോഗതിക്ക് വേണ്ടി, സാമൂഹിക വളർച്ചയ്ക്ക് വേണ്ടി ആയുസ്സും വപസ്സും സമർപ്പണം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തോടൊപ്പം, ലോകത്തോടൊപ്പം, കാലത്തോടൊപ്പം ജീവിച്ച ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ള മഹത്വപൂർണമായ മാനവിക ദർശനം എത്രമാത്രം സ്വായത്തമാക്കുവാൻ കഴിഞ്ഞു, അതെത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു, അതെത്രമാത്രം ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ആത്മാപരിശോധനയുടെയും ആത്മാവിചിന്തനത്തിൻ്റെയും സന്ദർഭമാണ് ശതാബ്ദി ആഘോഷങ്ങളും ആചരണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർത്തമാന സമൂഹം നേരിടുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇന്ന് ഒരു പ്രത്യൗഷധമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനം നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യൗഷധമായി നിലകൊള്ളുന്ന ഗുരുവിൻ്റെ ദർശനത്തെയും സന്ദേശങ്ങളെയും തത്വസംഹിതകളെയും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ചരിത്രപരമായ ദൗത്യമാണ്, ചരിത്രപരമായ കടമയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആഘോഷങ്ങളിലൂടെ ഗുരുവിൻ്റെ മഹത്വപൂർണമായ ഉദ്ബോധനങ്ങളെയും ഉപദേശങ്ങളെയും തത്വസംഹിതകളെയും വളരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇതുപോലുള്ള ആഘോഷ പരിപാടികൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ വിജയങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. स्वामी सच्चिदानंदा जी, पनकाद मुनव्वर अली तंगल जी, स्वामी शुभंगानंदा जी, बिशप कोरिलोस जी, distinguished religious leaders,
and senior leaders from the Congress Party and the UDF on the dais, brothers and sisters, friends from the media, I'd like to welcome all of you here today. അഭിവന്ദ്യനായ സച്ചിദാനന്ദ സ്വാമിജി അവർകളെ, ബഹുമാനപ്പെട്ട പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, Just welcome you. ബഹുമാനപ്പെട്ട സ്വാമി ശുഭാംഗാനന്ദജി, ബഹുമാനപ്പെട്ട ബിഷപ്പ് കൂറിലോസ് ജി, എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട സന്യാസിമാരെ, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ബഹുമാന്യരായ നേതാക്കളെ, എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ, ഇത്രയും മഹത്തായൊരു വേദിയിൽ, നിങ്ങൾ സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ നിങ്ങളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. It's an honor for me to come here and be part of this function that commemorates the meeting of two giants. രണ്ട് മഹാപുരുഷന്മാരുടെ സംഗമത്തെ അനുസ്മരിക്കുന്നതിനും അത് ആഘോഷിക്കുന്നതിനും വേണ്ടിയുള്ള ഈ മഹത്തായ സമ്മേളനത്തിൽ വരാൻ സാധിച്ചത് എനിക്കൊരു ബഹുമാനമായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. Sri Narayana Guruji and Mahatma Gandhi ji. ശ്രീ നാരായണ ഗുരു, മഹാത്മാഗാന്ധി. And while the speeches were going on, I was sitting there thinking about what I should say. I started to wonder what the scene would have been like when Mahatma Gandhi and Narayana Guruji met. ഞാനിവിടെ നടന്ന പ്രസംഗങ്ങളൊക്കെ സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. എത്രമാത്രം വശ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നീ വേദിയിലിരുന്ന് ഞാൻ ഓർക്കാൻ ശ്രമിച്ചു. And I thought to myself, they must have met in a simple place. എങ്ങനെയായിരിക്കും അവരുടെ കൂടിക്കാഴ്ച എന്ന് ഊഹിച്ചപ്പോൾ അത് ലളിതമായിരിക്കും, സരളമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ലളിതമായ ഒരു സ്ഥലത്തായിരിക്കും തീർച്ചയായും ആ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവുക. Not a huge house, വലിയൊരു വീടായിരിക്കില്ല, not a lot of wealth, വലിയ സമ്പന്നരായിരിക്കില്ല അവിടെ സമ്മേളിച്ചിട്ടുള്ളത്. no fancy things in the room. അവിടെ എന്തെങ്കിലും വിനോദാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ആ മുറിയിൽ ഉണ്ടായിരിക്കില്ല. The room must have been quite simple. ആ മുറി പോലും വളരെ ലളിതവും സുന്ദരവുമായിരിക്കും. Then I thought, what would they have discussed? എന്തായിരിക്കും അവർ സംവദിച്ചിട്ടുണ്ടാവുക? And I realized a strange thing. I realized that it is very easy to understand what they must have discussed, even though this conversation took place 100 years back. 100 കൊല്ലം മുമ്പാണ് ഈ സംവാദം, ഈ സംഭാഷണം നടന്നതെങ്കിലും എന്താണ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നി. In fact, there is only one thing they could have discussed. അവർക്ക് ഒറ്റ കാര്യമേ ചർച്ച ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ: Truth and non-violence. സത്യം, അഹിംസ. And whatever they said to each other would have been said in that frame. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ രണ്ട് തത്വപ്രമാണങ്ങളുടെ ഒറ്റ ക്യാൻവാസിൽ, ഒറ്റ ചിത്രത്തിൽ ഒതുക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. And then I thought to myself, how strange. എത്ര വിചിത്രം. When giants meet, they are both humble. മഹാമേരുക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു, പക്ഷെ ആ കൂടിക്കാഴ്ചയിൽ അവർ വളരെ എളിയവരായിത്തീരുന്നു. And when small-minded people meet, there is so much ahankar, arrogance in the room. എന്നാൽ വളരെ ചെറിയ ആളുകൾ കൂടിക്കാഴ്ചക്ക് കൂട്ടിമുട്ടുമ്പോൾ ഇന്നുണ്ടാകുന്നത് വലിയ അഹങ്കാരവും വലിയ പ്രദർശനാത്മകതയുമാണ്. And then I thought, how strange. I am fighting for the Constitution of India. ഞാൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. Everybody says that it's a book. പലരും പറയുന്നു അത് കേവലം ഒരു പുസ്തകമാണെന്ന്. That India adopted after its independence struggle. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വീകരിച്ച കേവലം ഒരു പാഠപുസ്തകം പോലുള്ള ഒരു പുസ്തകമാണത് എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. But right now, Swamiji gave me a book, biography
of Narayana Guruji. പക്ഷെ അല്പം മുമ്പ് അഭിവന്ദനായ സച്ചിദാനന്ദ സ്വാമിജി എനിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജീവചരിത്രം സമ്മാനിച്ചു. And before that, Venugopal ji translated the prayer that Narayana Guruji made. അതിനു മുമ്പ് ശ്രീ വേണുഗോപാൽജി നാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന പ്രാർത്ഥനാ വചനങ്ങൾ എനിക്ക് മൊഴിമാറ്റം ചെയ്തു തന്നു. So I was thinking how strange that the values, the ideas of Narayana Guru are in the Constitution of India. അപ്പോഴാണ് എനിക്ക് വളരെ അത്ഭുതകരമായി വിചിത്രമായി തോന്നുന്നത്, എത്രമാത്രമാണ് നാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ഇന്ത്യയുടെ ഈ ഭരണഘടനയുടെ ഉള്ളടക്കത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന പരമാർത്ഥം. The Constitution says, love and respect the weak. Narayana Guruji said, love and respect the weak. ഭരണഘടന പറയുന്നു സ്നേഹിക്കുക, പരസ്പരം ആദരിക്കുക. നാരായണ ഗുരുവും ഉദ്ഘോഷിച്ചു സ്നേഹിക്കുക, പരസ്പരം ആദരിക്കുക. The Constitution says, do not crush those who are weaker than you. Give space to every single being. Narayana Guruji said that. ഭരണഘടന പറഞ്ഞു അവശരായിട്ടുള്ളവരെ, താഴേക്കടയിലുള്ളവരെ അവഗണിക്കരുത്, അവരെ പരിഗണിക്കണം, അവരെ സഹായിക്കണം. ശ്രീനാരായണ ഗുരുവും അത് തന്നെ പറഞ്ഞു, അവശരെ പരിഗണിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. I opened the book and I read, 5 minutes I read a little story about mangoes being stolen from the ashram. ആശ്രമത്തിൽ നിന്ന് മാമ്പഴം മോഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽപ്പെട്ടത്. There was some mangoes in the ashram and somebody stole them. ആശ്രമത്തിൽ കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു, ആരോ അത് മോഷ്ടിച്ചു. Narayana Guruji was not at the ashram. നാരായണ ഗുരു ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. And the disciples got very angry and called the police, and the police identified the thief. ശിഷ്യഗണങ്ങൾ അതിൽ വളരെ ഉത്കണ്ഠാകുലരായി, അവർ അതിൽ രോഷാകുലരായി, അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ തയ്യാറായി. And the policeman was going to really brutalize the thief, be very violent towards the thief. മോഷ്ടാവിനോട് വളരെ പരുഷമായും വളരെ അക്രമപരമായും പെരുമാറാനും പോലീസുകാർ തുനിയുകയായിരുന്നു. And what did Narayana Guruji say? He said, I'm not going to come to the ashram. I'm not going to come back to the ashram. നാരായണ ഗുരു അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, ഞാൻ ഇനി ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന്. Because I do not accept violence being done to the thief. കാരണം മോഷ്ടാവിനോട് പോലും നടത്തുന്ന ഈ ഹിംസയെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ശ്രീനാരായണ ഗുരു അന്ന് പറയുകയുണ്ടായി. There must be a reason why he has stolen. അങ്ങനെ ആ മോഷ്ടാവ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും എന്നും ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി. We can explain to him നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം his mistake, but why beat him or kill him? അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തെ ധരിപ്പിക്കാമെന്നല്ലാതെ അദ്ദേഹത്തിന് എന്തിനെ ആക്രമിക്കണം, പ്രഹരിക്കണം എന്ന് ശ്രീനാരായണ ഗുരു ചോദിച്ചു. So the Constitution has forgiveness. Narayana Guruji has forgiveness. വിട്ടുവീഴ്ചയും മാപ്പ് നൽകലും ആണ് ഭരണഘടനയുടെ അന്തസ്സത്തയെങ്കിൽ അത് തന്നെയല്ലേ ഗുരുദർശനത്തിന്റെയും അന്തസ്സത്ത എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. In fact, I was thinking that even if Narayana Guruji and Mahatma Gandhi ji had come, sat down in the same room and said nothing, they would understand each other. നാരായണ ഗുരുവും ശ്രീ മഹാത്മാഗാന്ധിയും അന്ന് ആശ്രമത്തിൽ വന്ന് പരസ്പരം കണ്ട് ഒന്നും പറയാതെ പരസ്പരം മിണ്ടാതെ മൗനികളായി തിരിച്ചു പോയിരുന്നുവെങ്കിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു, അവർക്ക് ഇതേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Because what they are discussing is the truth, and the truth is simple. There is nothing complicated about it. കാരണം അവർ ചർച്ച ചെയ്തത് സത്യത്തെക്കുറിച്ചാണ്. സത്യം സരള സുന്ദരമാണ്, അതിന് സങ്കീർണതകൾ വശമില്ല. And that's why I view the Constitution not as a book that was written post-independence, but a book that carries the wisdom of our country, of India. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യാനന്തരം എഴുതപ്പെട്ട ഒരു പുസ്തകം മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന, അത് ഇന്ത്യയുടെ മഹത്തായ തത്വങ്ങളുടെയും പ്രമാണങ്ങളുടെയും ശേഖരമാണ്, അതിൻ്റെ പ്രതീകമാണ്. അതാണ് ഭരണഘടനയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. And in the prayer, Narayana Guruji says, take us away from darkness, take us towards knowledge. തമസ്സിൽ നിന്ന് ജ്യോതിസിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയാണ് നാരായണ ഗുരു ഉരുവിടുകയുണ്ടായത്. And today we see in our politics, we see in international relations, everybody is running towards darkness and away from knowledge. ഇന്ന് രാഷ്ട്രീയത്തിൽ മാത്രമല്ല
രാജ്യാന്തരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലും ആളുകൾ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുന്നതും അതിലേക്ക് ഓടിച്ചെല്ലുന്നതുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. There is no attempt to understand the other person. You just bomb and kill the other person. മറ്റുള്ളവനെ അപരനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും ഇന്ന് നടക്കുന്നില്ല. അവരന്റെ മേൽ ബോംബ് വർഷിച്ച് അവനെ തകർക്കുകയല്ലാതെ അവനെ മനസ്സിലാക്കാനോ അവനെ ഉൾക്കൊള്ളാനോ ഉള്ള ഒരു ശ്രമവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. It is the same in our politics. അത് തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലും നടക്കുന്നു. You don't agree with someone, so you attack that person, you're violent towards that person. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളെയാളെ ആക്രമിക്കുന്നു, നിങ്ങളെയാൾക്കെതിരെ പകയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നു. And really this is what Narayana Guruji was against. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരു എതിർത്ത കാര്യങ്ങൾ എന്ന് നാം And മനസ്സിലാക്കണം. this is what Gandhiji fought and died for. ഇതിനു വേണ്ടിയാണ് ഗാന്ധിജി നിലകൊണ്ടതും ഗാന്ധിജി രക്തസാക്ഷിത്വം വരിച്ചതും എന്നും നാം മനസ്സിലാക്കണം. So if we are serious about Narayana Guruji and we are coming and speaking at this forum, then we should be serious about his ideas. നാം യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിനെയും മഹാത്മാഗാന്ധിയെയും ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? അവർ രണ്ടുപേരെയും നമ്മൾ ഗൗരവത്തിലെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ തത്വങ്ങളും ജീവിത സിദ്ധാന്തങ്ങളും ദർശനങ്ങളും ശിരസാവഹിക്കാനും അതിനെ ഏറ്റെടുക്കാനും അതിനെ പ്രാവർത്തികമാക്കാനുമാണ് നാം യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടത്. It is easy to come and put flowers in front of the statue of Narayana Guruji. നാരായണ ഗുരുവിന്റെ പ്രതിമയുടെ മുമ്പിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ എളുപ്പമാണ്. Anybody can do it. ആർക്കും അത് ചെയ്യാനാവും. Question is, are you ready to follow the path that he followed? പക്ഷെ അടിസ്ഥാന പ്രശ്നം അതല്ല. ഗുരുവിന്റെ തത്വങ്ങളും ആ തത്വങ്ങൾ വിരിച്ച പാതയും സ്വീകരിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. Are you ready to be kind towards those that hate you? നിങ്ങളെ വെറുക്കുന്നവരോട് പോലും ദയ കാണിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? Are you forgiving? നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? Are you humble? നിങ്ങൾ വിനീതരാണോ? Do you listen to the pain of other people? നിങ്ങൾ മറ്റുള്ളവരുടെ വേദന ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധതയുണ്ടോ? Or are you only interested in your own perspective? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാർത്ഥത്തിലും സ്വന്തമായ നിലപാടുകളിലും മാത്രമേ താല്പര്യമുള്ളൂ? അതാണ് ചോദ്യം. So for me, giants like Narayana Guru are a guide. Are a guide. എന്നെ സംബന്ധിച്ചിടത്തോളം മഹാമേരുക്കളായ നാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും എന്റെ വഴികാട്ടികളാണ് എന്നുള്ളതാണ് ഞാൻ അവരെ മനസ്സിലാക്കുന്നത്. They are teachers. അവർ അധ്യാപകരാണ്. They show us the direction in which we should move. അവർ നമ്മൾ ഏത് ദിശയിലേക്ക് പോകണമെന്ന് നമുക്ക് വഴി കാണിക്കുന്ന ഗുരുക്കന്മാരാണ്. Finally, I thought to myself, how strange. Mahatma Gandhi fought the most powerful empire in the world. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യത്തെയാണ് മഹാത്മാഗാന്ധി ചെറുത്ത് തോൽപ്പിക്കുകയുണ്ടായത്. He was inspired and he listened to people like Narayana Guru. He spoke to them. He understood what they were saying. നാരായണ ഗുരുവിനെ പോലുള്ള മഹത്തുക്കളോട് ഗാന്ധിജി സംസാരിച്ചു. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്ര വലിയ പോരാട്ടത്തിനുള്ള ശക്തിയും ഊർജവും ഗാന്ധിജി സംഭരിക്കുകയുണ്ടായത്. So he was fighting the strongest system in the world. ലോകത്തിലെ ഏറ്റവും സുശക്തമായിട്ടുള്ള ഒരു ഘടനയെ, ഒരു സംവിധാനത്തെയാണ് ഗാന്ധിജി, ആ സംവിധാനത്തോടാണ് പോരാടിയത്. And no matter what that system did to Gandhiji, nothing happened to Gandhiji. ആ ക്രമം, ആ ഘടനാവിശേഷം മഹാത്മാഗാന്ധിയോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അതൊന്നും ഗാന്ധിയെ ബാധിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനം. They could have beaten him, put him in jail. അവർക്ക് അദ്ദേഹത്തെ പ്രഹരിക്കാമായിരുന്നു, തടവറയിൽ അടക്കാമായിരുന്നു, maybe even killed him. Nothing would have happened. അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളയാൻ പോലും സാധിക്കുമായിരുന്നു. So then I thought to myself, there is a difference between force and power. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തിയും അധികാരവും തമ്മിലുള്ള അന്തരം. The British Empire had force. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അവരുടെ ശക്തി. But they had no power. പക്ഷെ അവർക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷെ ധാർമ്മികമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. Gandhiji had no force, but he had the truth and so he had power. ഗാന്ധിജിക്ക് അധികാരശക്തിയോ മേധാശക്തിയോ ഉണ്ടായിരുന്നില്ല, പക്ഷേ
അദ്ദേഹത്തിന് ധാർമ്മികമായ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ And the സംശയം. same way Narayana Guru ji had no strength. അതുപോലെ നാരായണ ഗുരുവിന്റെ കയ്യിൽ മേധാശക്തിയോ ആധിപത്യ ശക്തിയോ ഉണ്ടായിരുന്നില്ല. He did not have huge amounts of wealth. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നില്ല. He did not drive in a fancy car. അദ്ദേഹം ഒരു വലിയ വിനോദം പോലുള്ള ആഘോഷിക്കപ്പെടുന്ന പോലുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. But he was easily the most powerful man in Kerala. പക്ഷേ in his time. ആ കാലഘട്ടത്തിലെ ഏറ്റവും സുശക്തനായ മനുഷ്യൻ മഹാത്മാഗാന്ധിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. And imagine his power that today, 100 years later, the entire political class of Kerala has come to commemorate him. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ശേഷം ഇതാ ഈ വേദിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ രാഷ്ട്രീയ വൃത്തത്തിലെ നേതാക്കൾ അഖിലം സമ്മേളിച്ചുകൊണ്ടാണ് ആ ഗാന്ധിജിയുടെയും നാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയെ ഓർക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ And എത്തിച്ചേർന്നിട്ടുണ്ട്. there is a clear message to those that use violence, those that use hatred from Narayana Guruji and Mahatma Gandhi ji. ഹിംസയും രോഷവും വെച്ചു പുലർത്തുന്നവർ, അത് കൊണ്ട് നടക്കുന്നവർ തീർച്ചയായും ഗുരുവിൽ നിന്നും ഗാന്ധിജിയിൽ നിന്നും വലിയ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. And that message is that there is nothing to be gained from it. There is only something to be lost from it. ആ പഠിക്കേണ്ട പാഠം ഇതാണ്: ഹിംസയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഒന്നും നേടാനില്ല, നഷ്ടപ്പെടുത്താനാണെങ്കിൽ ധാരാളമുണ്ട് താനും. The political fight in India is also very similar. ഇന്ത്യയിലെ രാഷ്ട്രീയ സമരവും ഇതുപോലെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. On one side, there is truth, non-violence, humility. ഒരു ഭാഗത്ത് സത്യമുണ്ട്, സൗമ്യതയുണ്ട്, അഹിംസയുണ്ട്. And on the other side, there is anger, violence, hatred, and arrogance. മറുഭാഗത്ത് രോഷമുണ്ട്, ഹിംസയുണ്ട്, വൈരമുണ്ട്, വിദ്വേഷമുണ്ട്. Those with violence, those with anger might have force, but they have no power. രോഷമുള്ളവർക്ക്, വിദ്വേഷമുള്ളവർക്ക് പല രീതിയിലുള്ള ശക്തിയും അവരുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷേ അവർക്കൊരിക്കലും ഗാന്ധിജിയെ പോലുള്ളവർ കൈവശം വെച്ചിരുന്ന ആ ധാർമ്മികമായിട്ടുള്ള ശക്തിയോ ആന്തരികമായ ശക്തിയോ അവരുടെ കയ്യിലില്ല. Because the spirit of people like Narayana Guruji, the spirit of people like Mahatma Gandhi ji, and in fact, the spirit of India is fundamentally based on the idea of truth and non-violence. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാരായണ ഗുരുവിന്റെ അകത്തുണ്ടായിരുന്ന ആന്തരിക ദീപ്തി അത് ഇന്ത്യയുടെ അന്തസത്തയുടെ ദീപ്തിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രമാണങ്ങളുടെ ശക്തിയാണ്, അതിന്റെ ചൈതന്യമാണ്. അത് തന്നെയാണ് ഈ മഹാന്മാരായ നേതാക്കന്മാരെയും രൂപകൽപ്പന ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So for me, it is a great honor to come here, and I bow my head to both Narayana Guruji and Mahatma Gandhi ji for showing India and her people the correct direction to move towards. ഞാൻ ഇവിടെ വന്നതിൽ കൃതാർത്ഥനാണ്. ആ കൃതാർത്ഥത നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ട് മഹാപുരുഷന്മാരുടെ മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുകയാണ്. പ്രത്യേകിച്ച് ഗാന്ധി നൽകിയ പോരാട്ടം, ഗാന്ധിജിയാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ നമുക്ക് വഴികാട്ടിയത് എന്നും ഞാൻ പ്രത്യേകം എൻ്റെ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. I'd like to thank the organizers, thank Swamiji and everybody who has made this wonderful function a possibility. ഇത്രയും മഹത്തായ ഒരു ചടങ്ങ്, ഇത്രയും വിസ്മയകരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാ സംഘാടകരെയും വിശേഷിച്ച് സ്വാമിജിയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. Namaskar. നമസ്കാരം. ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മൺപരപ്പെ ഞാൻ മോഹിക്കുന്നു. ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മൺപരപ്പെ ഞാൻ മോഹിക്കുന്നു. ഗുരുവേ ദേവാ നിൻ പാദം
മണൽത്തരിയായിരുന്നെങ്കിൽ ഞാനാ മണൽത്തരിയായിരുന്നെങ്കിൽ. ഗുരുവേ ദേവാ നിൻ പാദം പുൽകുമാ മണൽത്തരിയായിരുന്നെങ്കിൽ ഞാനാ മണൽത്തരിയായിരുന്നെങ്കിൽ. ശിവഗിരി കുന്നിലെ തൃപ്പാദം പുൽകിയ മണൽ പരപ്പെ ഞാൻ മോഹിക്കുന്നു. സാധകനാകുവാൻ വന്നു, പക്ഷേ സാധന എന്നെ വെടിഞ്ഞു. സാധകനാകുവാൻ വന്നു, പക്ഷേ സാധന എന്നെ വെടിഞ്ഞു. ജന്മം വൃഥാവിലാകുന്നു ദയാപര, സാധ്യമോ നിൻ പാദസ്പർശം. ജന്മം വൃഥാവിലാകുന്നു ദയാപര, സാധ്യമോ നിൻ പാദസ്പർശം.